കോടതി ഫീസ് വർദ്ധിപ്പിച്ച നടപടിക്ക് ഹൈക്കോടതിയുടെ അംഗീകാരം. ഹൈക്കോടതി അഭിഭാഷക സംഘടന സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളി. ഫീസ് വർധനവിൽ അപാകതയില്ലെന്ന് കോടതി വ്യക്തമാക്കി. വിവരങ്ങളുമായി ഇപ്പോൾ സലി മുഹമ്മദ് ചേരുന്നുണ്ട്. സലി, കാലഘട്ടത്തിനനുസരണമായി ചെറിയ തോതിലുള്ള വർധനവ് വരുത്തിയിട്ടുണ്ടായിരുന്നു. ഇതിനെതിരെയാണ് അഭിഭാഷക സംഘടന കോടതിയെ സമീപിക്കുക. എന്താണ് ഇപ്പോൾ ഈ വ്യക്തത വരുത്തിക്കൊണ്ട് കോടതി പറഞ്ഞ മറ്റു കാര്യങ്ങൾ? അതായത് 2024 കഴിഞ്ഞ വർഷമാണ് ഈ കോർട്ട് ഫീസുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചത്. ജസ്റ്റിസ് വി കെ മോഹനൻ കമ്മീഷന്റെ ഇടക്കാല റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കുടുംബ കോടതികൾക്ക് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് അനുസരിച്ച് പ്രവർത്തിക്കുന്ന കോടതികൾക്കുമുള്ള ഫീസുകൾ, വിവിധ സേവനങ്ങൾക്കുള്ള ഫീസുകൾ സർക്കാർ വർദ്ധിപ്പിച്ചത്. പക്ഷേ അതിനെതിരെ കേരള ഹൈക്കോർട്ട് അഡ്വക്കേറ്റ് അസോസിയേഷൻ, ഹൈക്കോടതിയിലെ അഭിഭാഷകരുടെ സംഘടന വലിയ പ്രതിഷേധമുയർത്തി. ഒരു ദിവസം ഹൈക്കോടതി ബഹിഷ്കരിക്കുന്നതിന് പോലും അവർ തയ്യാറായിരുന്നു. പക്ഷേ ആ ബഹിഷ്കരണം അഭിഭാഷകർ സ്വീകരിച്ചില്ല. കോടതി സാധാരണ നിലയിൽ പ്രവർത്തിച്ചു. പക്ഷേ സർക്കാരിനെതിരെ വലിയ പ്രതിഷേധവും മറ്റും ഉയർത്തുന്നതിനുള്ള ഒരു ഉപാധിയായി ഈ കോർട്ട് ഫീസ് വർധനവിനെതിരെ ഈ ഹൈക്കോടതി അഡ്വക്കേറ്റ് അസോസിയേഷൻ കണ്ടിരുന്നു. വലിയ പ്രതിഷേധവും വലിയ ക്യാമ്പയിനും അവർ അതിനെതിരെ നടത്തിയിരുന്നു. തുടർന്നാണ് ഒരു പൊതു താൽപര്യ ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിച്ചത്. ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ അത് വാദം കേട്ടു. ഇന്ന് ഉത്തരവ് പുറപ്പെടുവിച്ചു. കോടതി പറഞ്ഞത് ഈ ഫീസ് വർധനവിൽ യാതൊരു അപാകതയുമില്ല, ഫീസ് വർധനയുമായി സർക്കാരിന് മുന്നോട്ട് പോകാമെന്നുള്ളതാണ്. ഈ ഫീസ് വർധനവിനെ എതിർത്ത ഹൈക്കോടതി അഡ്വക്കേറ്റ് അസോസിയേഷന് വലിയ തിരിച്ചടി തന്നെയാണ് ഈ പൊതു താൽപര്യ ഹർജിയിൽ ചീഫ് ജസ്റ്റിസിന്റെ ഇപ്പോഴത്തെ ഉത്തരവ്. ഏതായാലും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഫീസ് വർധനവുമായി മുന്നോട്ട് പോകാം, ഹൈക്കോടതിയുടെ അനുമതി ലഭിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.